നേമത്ത് നിന്ന് തോറ്റ MLA വി ശിവൻകുട്ടിയുടെ ഫേസ്ബുക്കിൽ 10 മണിക്കൂർ മുമ്പ് ഒരു പോസ്റ്റുണ്ട്. ആ പോസ്റ്റ് ഒരു ചിത്രസഹിതമാണ്. ചിത്രത്തിൽ കുറേ പേർ അവർ ധരിച്ചിരിക്കുന്ന വസ്ത്രം ചെളിവെള്ളം പുരണ്ട രീതിയിൽ കുറേ മനുഷ്യർ നിരന്ന് നിൽക്കുന്ന ഒരു ചിത്രം. ആ ചിത്രത്തിനോടൊപ്പമാണ് ഇങ്ങനെ ഒന്ന് കണ്ടു എന്ന് പറഞ്ഞിട്ട് ശിവൻകുട്ടി അപ്പൂപ്പൻ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. എന്തായാലും അദ്ദേഹം തന്നെ അവരുടെ ആ ഭരണം എത്രമാത്രം മഹത്തരമായിരുന്നു കഴിഞ്ഞ 10 വർഷം എന്ന് സെൽഫ് ട്രോൾ നടത്തിയിരിക്കുകയാണ്. അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾ എൻ്റെ അമ്മോ, ഞാൻ ജസ്റ്റ് ഒന്ന് വായിക്കാം. എനിക്ക് എല്ലാം ഒന്നും വായിക്കാനുള്ള അത്ര ആണിയില്ല, കാരണം അത്രമാത്രം ശക്തമായ ഭാഷകൾ ചിലർ ഉപയോഗിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേജിൽ പോയിട്ട് ആ കമൻറ്റ് മൊത്തം ഇരുന്ന് വായിക്കാം. ഇഷ്ടം പോലെ കമൻ്റ് ഉണ്ട്. എന്തായാലും ഏതാനും ചില കമൻറ്റുകൾ ഞാൻ വായിക്കാം. ലക്ഷ്മി നായർ 9 മണിക്കൂർ മുമ്പ് പ്രതികരിച്ചിരിക്കുകയാണ്. അതെ അതുവഴി പോയവർ ഇന്നും കണ്ടു കഴിഞ്ഞ 45 വർഷത്തെ ഭരണത്തിന്റെ കൊണവും തിരുവനന്തപുരത്ത് കഴിഞ്ഞ 5 വർഷം വിരാജിച്ച ജില്ലയുടെ ചുമതല കൂടി ഉണ്ടായിരുന്ന മന്ത്രി പുങ്കരന്റെ ഭരണവൈഭവവും. അതുപോലെ മുൻ വിദ്യ ആഭാസ മന്ത്രിയുടെ പോസ്റ്റിന് കിട്ടുന്ന ക്രെഡിബിലിറ്റിയുടെ കണക്ക് താഴത്തെ കമന്റ് ബോക്സ് വായിച്ചാൽ കേരളത്തിലെ പ്രബുദ്ധ ജനങ്ങൾക്ക് കാര്യം കാരണസഹിതം മനസ്സിലാകും. ലോകം മൊത്തം ലൈവായി കണ്ട നിയമസഭയിലെ നൃത്യങ്ങൾക്ക് ശേഷം അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല എന്ന് കോടതിയിൽ പറഞ്ഞ ശിവൻകുട്ടി എന്ന തന്നെ നാട്ടുകാർ ഇപ്പോൾ ശവൻകുട്ടിയാക്കിയ കാര്യം ഇപ്പോഴും മനസ്സിലായിട്ടില്ലാത്ത ലോക തോൽവിയായ ഒരു മനുഷ്യൻ. നിങ്ങളുടെ ഭരണ നേട്ടം ഒരു കമന്റാണ്. അതുപോലെ തന്നെ സെൽഫ് ട്രോൾ, നീയൊക്കെ 45 വർഷം ഭരിച്ചതിന്റെ ഗുണം, 10 വർഷം ഭരിച്ചു മുടിച്ചതിന്റെ ഫലം, 5 വർഷം കുണുവാവ ഭരിച്ചപ്പോൾ പെയ്ത മഴ അപ്പോൾ തന്നെ ആവിയായി പോകുമായിരുന്നു. ഇനിയിപ്പോ ഇത് കുണുവാവയ്ക്ക് ഒരു പണിയാണോ ഉദ്ദേശിച്ചത് എന്നറിയില്ല. അത്രയ്ക്ക് തേച്ചതല്ലേ, അല്ലെങ്കിൽ ഇപ്പോൾ MLA യോ പ്രതിപക്ഷ നേതാവോ ഒക്കെ ആകേണ്ട ആൾ ആയിരുന്നു. മറ്റൊന്നൊരാൾ ചോദിച്ചിരിക്കുന്നു, ഹരീഷ് എന്നാണ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പ്രൊഫൈലിലെ പേര്. ഓർമ്മയുണ്ടോ സഖാവെ വിളപ്പിൽ ശാല? ഓർമ്മ കുറയാൻ വഴിയില്ലല്ലോ. താങ്കൾ മേയറായിരുന്നപ്പോൾ വിളപ്പിൽ പഞ്ചായത്തിൽ പൂന്തോട്ടത്തിന്റെ പേര് പറഞ്ഞ് പാവങ്ങളെ പറ്റിച്ച് കോർപ്പറേഷൻ വേസ്റ്റ് കൊണ്ട് തള്ളിയത്, പിന്നീട് പോപ്സൺ കമ്പനിക്ക് വളമുണ്ടാക്കാൻ കൊടുത്ത് കോടികൾ വെട്ടിച്ചത്. ഇത്രയും നാറിയ മേയറേയും കോർപ്പറേഷൻ ഭരണവും കേരള സംസ്ഥാനം കണ്ടിട്ടുണ്ടാവില്ല. നിങ്ങളുടെ കണ്ടെത്തൽ അല്ലായിരുന്നോ കഴിഞ്ഞ ടൈമിൽ മേയറായ കുണുവാവ? അവരുടെ ഭരണ മികവ് കൊണ്ടല്ലേ ഒരു പാവപ്പെട്ട ശുചീകരണ തൊഴിലാളിക്ക് ജീവൻ നഷ്ടപ്പെട്ടത്? 45 വർഷം ഭരിച്ചു മുടിച്ച നേതാക്കന്മാരെല്ലാം വലിയ പണക്കാരായില്ലേ? നിങ്ങൾക്ക് ആകെ അറിയാവുന്ന പണി പാളയം മാർക്കറ്റിലെ ഗുണ്ടാപിരിവും ഗുണ്ടായിസവും. എല്ലാവരും ജോയിയുടെ കാര്യവും അവിടെ പറയുന്നുണ്ട്. എന്തായാലും മിണ്ടാതിരുന്നാൽ മാത്രം മതിയായിരുന്നു. കാരണം ഒരു 3-4 മാസം കൊണ്ട് കോർപ്പറേഷന് ഈ ഒരു വലിയ മാറ്റം ഇവിടെ ഉണ്ടാക്കാൻ സാധിക്കില്ല എന്നുള്ളത് കഴിഞ്ഞ ദിവസം ഓപ്പൺ ആയിട്ട് മുഖത്ത് നോക്കി തന്നെ മേയർ VV രാജേഷ് ചാനൽ ചർച്ചയിൽ പറയുന്നുണ്ടായിരുന്നു. കാരണം ഇത്ര പെട്ടെന്ന് ഒരു അത്ഭുതം സൃഷ്ടിക്കാൻ സാധിക്കും. അത്രമാത്രം ഭരിച്ചു മുടിച്ചിരിക്കുന്ന ഓരോ ഭാഗവും അവർ വൃത്തിയാക്കിക്കൊണ്ട് വരികയാണ്. ഓരോ സംഭവവും അവർ കണ്ടെത്തി ശുചീകരണം മാത്രമല്ല ശുദ്ധീകരണം കൂടി ചെയ്തുകൊണ്ടിരിക്കുകയാണ് കോർപ്പറേഷൻ. അതിൻ്റെ ഇടയിലാണ് ഈ മഴ പെയ്തപ്പോൾ ഇങ്ങനെ എന്താ പറയാ, ഇതിങ്ങനെ പറയാൻ കാത്തിരിക്കുന്നത് പോലെയാണ് സഖാവ് ഇങ്ങനെ കുറിച്ചിരിക്കുന്നത്. ലേശം ഉളുപ്പ് ഉണ്ടോ സഖാവെ? കഴിഞ്ഞ 10 വർഷം തലസ്ഥാന നഗരിയെ നിങ്ങൾ എന്തുകൊണ്ട് പരിഗണിച്ചില്ല? വെള്ളം ഒഴുകിപ്പോകാനുള്ള ഓവുചാലുകളെങ്കിലും നിങ്ങൾക്ക് നിർമ്മിക്കാൻ പാടില്ല. എന്തായാലും ഇപ്പൊ ഈ ഒരു പോസ്റ്റും അതിന്റെ താഴെ വരുന്ന കമന്റ്സും എന്തായിരുന്നു ഭരണം എന്നത് മനസ്സിലാക്കാൻ, ജനവികാരം എന്തായിരുന്നു എന്ന് മനസ്സിലാക്കാനുള്ള മറ്റൊരു മാർഗം കൂടിയാണ്. ഒരൊറ്റ കമന്റ് പോലുമില്ല ശരിക്കും അതിനെ ഈ പോസ്റ്റിനെ അനുകൂലിച്ചതിൽ ഉള്ളത്. ഒന്ന് വായിച്ചു നോക്കുക, പറ്റുന്നവരൊക്കെ വായിച്ചു നോക്കുക. പിന്നെ മറ്റൊരു കാര്യം, ഒരുപാട് പേർ ഈ ഒരു വിഷയം എടുത്തു വെച്ച് ഇതിനെ ഒരു വാർത്തയാക്കി ശരിക്കും ഇവിടെ എന്തൊക്കെയോ സംഭവിച്ചു, പുതിയ കോർപ്പറേഷൻ വന്നിട്ട് ഒന്നും നടന്നില്ല എന്നുള്ള രീതിയിൽ ചില പ്രചരണങ്ങളൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ ചില ഹാൻഡിലുകളിലൊക്കെ നടക്കുന്നുണ്ട്. പക്ഷെ അവിടെയെല്ലാം ഇത്തരത്തിൽ നിറയെ കമന്റ്സ്, നെഗറ്റീവായിട്ടുള്ള കമന്റ്സ് വരുന്നുണ്ട്. ഇങ്ങനെയാണ് ശിവൻകുട്ടി സെൽഫ് ട്രോൾ അല്ലെങ്കിൽ സെൽഫ് ഗോൾ ഒക്കെ ഉണ്ടാക്കുന്നത് എന്ന് മനസ്സിലാക്കുക. എന്തായാലും സംഗതി പാളി എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ ഈ കമന്റ്സിലൂടെ ഒന്ന് ഓടിപ്പോയാൽ മാത്രം മതി. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.